എന്നോടൊപ്പം ഉള്ളത് ശ്രീ ജോർജ് മേനാച്ചേരി, LLB കഴിഞ്ഞ് അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളാണ്. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 32 വർഷമായിട്ട് സ്വിറ്റ്സർലൻഡിലാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഴ്സി ജോർജ്. ഞങ്ങൾ ഇവരോടൊപ്പം പോയി താമസിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. 2 തവണ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരുപാട് പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 4 or 5 തവണ 5 തവണയാണ് എൻ്റെ ഓർമ്മ ഞാൻ പോയിട്ടുണ്ട് പല ഭാഗങ്ങളിലും. അപ്പോൾ ജോർജിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനൊരു സഞ്ചാരിയാണ്. ഇവിടെ സന്തോഷ് കുളങ്ങര ജോർജ് കുളങ്ങര കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു വലിയ സഞ്ചാരി ഞാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 65 രാജ്യങ്ങളോളം കവർ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ജോർജും ഏതാണ്ട് ഇതിനോടൊപ്പം ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ യാത്ര ചെയ്യും. അപ്പോൾ ഈ ജോർജിനോടൊപ്പം ഉള്ള യാത്ര എന്നൊക്കെ പറയുന്നത് ഒരുപാട് വലിയ അനുഭവങ്ങളാണ്. അപ്പോൾ ജോർജിനിപ്പോൾ സ്വിറ്റ്സർലൻഡും ഇവിടുമായിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നു ജോർജ്? ഓഫ് കോഴ്സ് നമ്മുടെ മദർ കൺട്രി എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ഞാനെപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലൻഡിലുള്ള ആ കൾച്ചർ, അവരുടെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അവരിൽ നിന്ന്. അത് നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കുക എന്നുള്ളൊരു ഇതാണ് നമുക്ക് ഒരു ചലഞ്ചായിട്ട് നമുക്ക് തോന്നുന്നത്. ഒത്തിരി അവരുടെ കൾച്ചർ നമ്മളിപ്പം വെസ്റ്റേൺ കൾച്ചറിനെ എപ്പോഴും നമ്മൾ കുറ്റം പറയുമെങ്കിലും പക്ഷെ അവരുടെ കൾച്ചർ ഒത്തിരി നല്ല കൾച്ചറുകളാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഗതി. പക്ഷെ അത് പ്രാവർത്തികമാക്കുവാണെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റും. ശരിയാണ്. കാര്യം അത് കാരണം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പറയും അവരൊക്കെ വെസ്റ്റേൺ കൾച്ചർ ഇതാണ് അവരെ. നമുക്ക് ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ ഏറ്റവും മോശമായ ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ നമ്മളിങ്ങനെ കടമെടുക്കും. അവരുടെ നല്ല ക്വാളിറ്റികളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ അതിവിടെ ആരും എടുക്കത്തില്ല കേട്ടോ. അവരവിടെ നോക്കുമ്പോൾ അവർ റോഡിൽ നിന്ന് ചിലപ്പോൾ അയാളുടെ ഭാര്യയെ കിസ് ചെയ്യുമായിരിക്കും. അത് കണ്ടുകൊണ്ട് ഇതാണ് അവിടുത്തെ കൾച്ചർ എന്ന് നമ്മൾ തീരുമാനിച്ചോളൂ. എക്സാക്ട്ലി. പക്ഷേ അത് യഥാർത്ഥ ചിലപ്പോൾ പിന്നെ സ്ത്രീകൾ സ്മോക്ക് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പാരീസിൽ പുരുഷന്മാർ സ്മോക്ക് ചെയ്യുന്നതിനെ കഴിയും ജോർജിയൻ കണ്ടു കാണുമല്ലോ, സ്ത്രീകളല്ലേ സ്മോക്ക് ചെയ്യുന്നത്. പക്ഷെ അത് കണ്ടുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ റോഡിൽ നിന്ന് സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? അത് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത തണുപ്പും അവിടുത്തെ ക്ലൈമറ്റും പിന്നെ അവരുടെ ആ ജീവിത രീതിയും അതാണ്. അതുകൊണ്ട് അവരത് ചെയ്യുന്നതാണ്. അത് അതുപോലെ അഡോപ്റ്റ് ചെയ്യാതെ അവരുടെ നല്ല ക്വാളിറ്റി എല്ലാം അഡോപ്റ്റ് ചെയ്യണം. പണ്ട് എനിക്കൊരിക്കലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അമേരിക്ക ചെല്ലുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി ഏതാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ബില്ല് കൊടുക്കണം. ആ ബില്ല് കൊടുക്കുന്നിടത്ത് നമ്മൾ നേരെ അനങ്ങാതെ പോയി നേരെ ആ കൗണ്ടറിലോട്ടൊക്കെ പോയി ബില്ല് കൊടുക്കുന്ന കൗണ്ടർ ഇവിടെ അടി വെച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 4-5 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിൽക്കുന്നു കേട്ടോ. അപ്പം അവർ നിൽക്കുന്നത് വേറെ ചുമ്മാ നിൽക്കുകയായിരിക്കും. നേരെ പോയി ഞാൻ അവിടെ നിന്ന് അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ കൗണ്ടറിലിരുന്ന ആള് ക്യൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് വലിയ ആക്ഷേപമായിപ്പോൾ. കാരണം നമുക്കറിയത്തില്ല അവർ ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഒരു 5-6 അടി അകലെ വിട്ടാ ക്യൂ നിൽക്കുന്നത്. നമ്മളാണെങ്കിൽ ക്യൂ നിൽക്കുന്നത് എങ്ങനെയാ? ബിവറേജസ് കോർപ്പറേഷൻ ക്യൂ നിൽക്കുന്നത്. ഒരുത്തന്റെ മറ്റവന്റെ വേർപ്പ് മണത്തെ നിൽക്കുള്ളൂ. ഇതാണ് ഇവിടുത്തെ ക്യൂ. ഇതിനിടെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാലുള്ള കുഴപ്പം എന്താ അറിയാം? ഗ്യാപ്പ് ഇടണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഗ്യാപ്പ് ഇട്ടാൽ വേറെ നിൽക്കും. ശരിയാ, അത് സാറ് ശരിയാ. കാരണം ഞാനിപ്പോൾ ഈ ഒരു എൻ്റെ വെക്കേഷനിൽ ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടെ എറണാകുളത്ത്. അപ്പം റെസ്റ്റോറൻറ്റിലേക്ക് കയറാനായിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നൊരു വണ്ടി ഇറങ്ങി വരുവാണ്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ബാക്കിലേക്ക് എടുത്തിട്ട് ആ വണ്ടി പോയി കഴിഞ്ഞിട്ട് എനിക്ക് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു വണ്ടി എൻ്റെ ലെഫ്റ്റിൽ കൂടെ വന്നിട്ട് വേഗം അതിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കുക. അപ്പം ഈ വണ്ടിയിലുള്ള ആ മനുഷ്യൻ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുന്നതൊക്കെ കാണുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആംഗ്യം കാണിക്കേണ്ടി വന്നു ഞാൻ ഇങ്ങനെ കയറാനാന്നുള്ളത്. അപ്പം അത് വേറെ സിറ്റുവേഷനാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മളുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു ക്ഷമയില്ല. എപ്പോഴും എന്തും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പം ഓർക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശശി തരൂർ പറഞ്ഞൊരു പുള്ളി ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അഭിമുഖത്തിൽ പുള്ളി പറഞ്ഞു, മീൻസ് നമ്മുടെ കേരളത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബിസിയാണ്, പക്ഷെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആർക്കും ഒരു ക്ഷമയില്ല ഒരു കാര്യങ്ങൾക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതാണ് കാര്യം. അതേ നമ്മൾ ഈ മര്യാദ, അതായത് ഈ മര്യാദ പലപ്പോഴും നമ്മുടെ ഈ സഞ്ചാരത്തെ നമ്മൾ ഒരുപാട് പഠിക്കും. നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ആളുകളെ കാണുമ്പോഴും ഓരോ സംസ്കാരം കാണുമ്പോഴും
ഒരുപാട് നമ്മൾ പഠിക്കുകയാണ്. അതെ അതെ ശരി. അതായത് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ്. ലൈഫ് നമ്മൾ ലൈവായിട്ട് നമ്മൾ ഇത് ചെയ്യുവാണ്, നമ്മൾ കാണുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ അത് ശരിക്കും നമ്മളുടെ കണ്ണ് തുറന്ന് നമ്മൾ വൈഡായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് അത് ചെയ്യുന്നു, അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും. അത് സാർ പറഞ്ഞ് വളരെ കറക്റ്റാന്നുള്ളത്. ഞാനിപ്പം 22 years ആയി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. അപ്പോൾ ഈ 22 years ഞാൻ കണ്ടിന്യൂസ് ട്രാവലിംഗ് ആയിരുന്നുള്ള പല രാജ്യങ്ങളിലും, ജപ്പാൻ, ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യ ആണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒത്തിരി രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, US പോയിട്ടുണ്ട്, യൂറോപ്പിൽ മിക്കവാറും രാജ്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് ഒത്തിരി പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വരുമ്പോഴെല്ലാം ഞാനൊരു സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഓരോ യാത്ര അതാണ്. അതാണ്. അപ്പം ഓരോ യാത്രയിലും പല കാര്യങ്ങളും, പല ആൾക്കാരെയും നമുക്ക് ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല ആൾക്കാരെയും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആരും നമ്മളോട് ഒന്നും മിണ്ടില്ല. പക്ഷെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് മിണ്ടുമ്പോഴത്തേക്കും മറ്റുള്ള കൾച്ചർ, മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു ഇൻ്ററാക്ട്, അതെല്ലാം നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ശരിയാണ് ജോർജ് പറഞ്ഞപ്പോൾ. ഒരിക്കലേ ഞാൻ ഡൽഹിയിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരുന്നത് ഒരു ലേഡി, ഒരു സ്ത്രീയാണ്, ഒരു ജാപ്പനീസ് ലേഡിയാണ്. അപ്പോൾ അവരടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഷീസ് എ ടീച്ചർ, ഒരു ടീച്ചറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ജപ്പാൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. പക്ഷെ അങ്ങനെ ഭയന്ന് നമ്മൾ പോകാതിരിക്കരുത്. കാരണം ഇപ്പോൾ ജോർജ് ഞാൻ ഇന്നാളെ എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ആ ടീച്ചറുടെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, അതായത് ഇന്ത്യയിലേക്ക് വന്നതെന്ന് ചോദിച്ചു. അവരെല്ലാ വർഷവും 2 മാസം ഇന്ത്യയിൽ വരും. കാരണം അവരുടെ വെക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് അവർ ചിലവഴിക്കുന്നത്. ഞാൻ ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈഫ് ഇവിടെ വളരെ ചീപ്പാണെന്നാണ് അവർ പറഞ്ഞത്. ലിവിങ് ഈസ് ചീപ്പ്. അപ്പോൾ അവിടെ അവർക്ക് അത് സേവ് ചെയ്യാവുന്ന അവിടുത്തെ പണം, ആ സേവ് ചെയ്യാനാണ് ഈ 2 മാസം ഈ സ്ത്രീ. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീസ് എ ക്രോണിക് സ്പിനിസ്റ്റർ. അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, അവർ ഇവിടെ വന്ന് 2 മാസം ഇവിടെ കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ അവർക്ക് അത് ഒരുപാട് പണം സേവ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു വലിയ അറിവല്ലേ അത്. കാരണം നമുക്കവിടെ ഇങ്ങനെയുള്ള ഒരു അറിവ് ആര് തരും? ഇതാണ് നമുക്ക് പറഞ്ഞത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞ് എത്രയോ ശരിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ജോർജ് പറഞ്ഞു, ജോർജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാ? ഒരുപാട് രാജ്യങ്ങളിൽ ജോർജ് പോയിട്ടില്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് എനിക്ക് വീണ്ടും പോകണമെന്ന് തോന്നുന്ന ഒരു കൺട്രി ജപ്പാനാണ്. കാരണം അവിടുത്തെ ആ ഒരു കൾച്ചറും അവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇപ്പം നമ്മൾ ഇടപെടുന്ന ആൾക്കാർ വളരെ സ്നേഹത്തോടെ അവർ ഇത് ചെയ്തു. ഓഫ് കോഴ്സ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഞാൻ ബിസിനസ് പരമായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർക്ക് നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് എന്താ പറയുക, നമ്മളോട് വളരെ കൺസിഡറബിൾ ആണ് അവർ. അപ്പം ആ കൾച്ചർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ്. ഓഫ് കോഴ്സ് എല്ലാ കൺട്രിയിലും അവരുടേതായ യുണീക്ക് കൾച്ചറുണ്ട്. പോസിറ്റീവായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും എന്നുള്ളത്. എനിക്ക് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. ജോർജ് ഇവിടുത്തെ സിറ്റിസൺ ആയതുകൊണ്ട് പറയുന്നത് എനിക്ക് ആ രാജ്യം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്നുള്ള ഇത്രയും പ്രാവശ്യം പോയിട്ടുള്ളത്. ഇത്രയും പ്രാവശ്യം പോയേക്കുന്ന രാജ്യങ്ങൾ വേറെ കുറവാണ്. UAE ഓഫ് കോഴ്സ് ഞാനിവിടെ നമ്മുടെ നാട്ടിൽ ഡൽഹി പോകുന്നതിൽ കൂടുതൽ അവിടെ പോയിട്ട് വരാറുണ്ട്. ഓരോ ആവശ്യത്തിനൊക്കെ പോയിട്ട് വരുന്നതാണ്. മാത്രമല്ല അതൊരു ഹബ്ബല്ലേ, അവിടെ ഒരു ട്രാവൽ ഹബ്. അവിടെ പോയിട്ടാണ് ട്രാൻസിറ്റ് ആണ്. അവിടെ പോയിട്ടാണ് ഇവിടെ ഇപ്പൊ സ്വിറ്റ്സർലൻഡ് വരണമെങ്കിലും അവിടെ ദുബായ് വന്നിട്ട് അങ്ങനെ ഞാൻ എമിറേറ്റ്സിലാണ് കൂടുതൽ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് രാജ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡാണ്. ഒന്നാമത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആണെങ്കിൽ പോലും അത് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു ക്ലൈമറ്റ്, ആസ്വദിക്കാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ അവിടുത്തെ പൂക്കൾ അതൊരു കാഴ്ചയാണ്. പിന്നെ അവിടുത്തെ ആ ക്ലെൻലിനെസ്, നമുക്ക് ആ വൃത്തി എന്ന് പറയുന്നത്, ആ റോഡിലൊന്നും ഒരു തുരുമ്പ് പോലും നമുക്ക് കാണാനില്ല. ഇവിടെ ഇപ്പം നമുക്കൊന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ ഓരോരുത്തന്മാർ കാറൊക്കെ തുപ്പിയൊക്കെ റോഡിൽ. ഞങ്ങളിപ്പോൾ 2 ദിവസം മുമ്പ് ഞാനും കസ്തൂരിയും കൂടെ നടന്നപ്പോൾ മാറി നടന്നു. കാരണം റോഡിൽ തുപ്പി വെച്ചേക്കാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് കാണുന്നത് തന്നെ, അഗ്ലി. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
ഇത് നമുക്കൊന്ന് ഇത് പഠിക്കാൻ നമുക്ക് പറ്റിയ സ്ഥലമാണ് അത്. അതെ, ശരിയാ. ആ. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞ അത് വൺ ഓഫ് ദി ക്ലീൻനെസ്, അവരുടെ ഹൈജീൻ സ്റ്റാൻഡേർഡ്, പിന്നെ എന്താ പറയുക, ഇപ്പം റോഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡെല്ലാം വളരെ മെയിൻ. അപ്പം അത് അവിടെ ഏറ്റവും ബേസിക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യജീവന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു കൺട്രി ആയിട്ടാണ് ഞാൻ സ്വിറ്റ്സർലൻഡിനെ ഇത് ചെയ്തത്. കാരണം അവർ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടായിട്ട് ഒരു മനുഷ്യജീവന് എന്തെങ്കിലും ഒരു ഉപദ്രവം ഏൽക്കുന്ന ഒരു കാര്യങ്ങളും അവർ ഇത് ചെയ്യില്ല. അവർ ചെയ്യല. അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോൾ ജോർജിൻ്റെ ഇവിടുത്തെ വീട്ടിലെ ഞങ്ങൾ വന്നപ്പോൾ ഒരിക്കൽ ഒരു നായയുടെ കൊര എന്തുമാത്രം ശല്യമൊക്കെ അതെ. അടുത്തൊരു വീട്ടിലാണ്. അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ജോർജിൻ്റെ അടുത്ത് ചോദിച്ചു, ജോർജ് എങ്ങനെ ഇതെങ്ങനെ പുൾ ഔട്ട് ചെയ്യും? കാരണം ഇതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത്ര വലിയ അതെ. കിണറ്റിൽ പടക്കം പൊട്ടിച്ചിടുന്നുള്ള ശബ്ദത്തിലാണ് കുരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ ജോർജ് അന്നേരം പറഞ്ഞത്, അപ്പൊ സ്വിറ്റ്സർലൻഡിലാണെങ്കിലോ അത് കാരണം ആ. അവിടെ മീൻസ് ഈവൻ ആനിമൽസിന്റെ നമ്മൾ പെറ്റ് ആനിമൽസിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക കോഴ്സ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതിന് ലൈസൻസ് കിട്ടുള്ളൂ. പിന്നെ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രേ ഡോഗ്സിനെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിനെ കൊന്നു കളയണം. പക്ഷേ ആ ഡോഗ്സ് ശരിക്കും അവർ ആനിമൽസാണ്. അവർ ഏത് രീതിയിലേക്ക് സ്ട്രേ ഡോഗ് ആയെന്നുള്ളത് അത് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആൾക്കാർ ഈ ഡോഗ്സിനെ വാങ്ങിക്കുന്നു, അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ദൂരെ കളയുമെന്ന് പോകാം. പക്ഷെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആനിമലും രജിസ്റ്റേർഡാണ്. ഒരു ചിപ്പ് വെച്ചിട്ട് നമ്മളൊരു ആനിമലിനെ ഇത് ചെയ്യുവാണെങ്കിൽ ആ ചിപ്പിൽ എല്ലാം ഉണ്ട്. ആനിമലിൻ്റെ നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡ് പോലെ തന്നെ ആ ചിപ്പിൽ ആ ആനിമലിനെ പറ്റിയുള്ള അതിൻ്റെ ഓണർ ആരാണ്, അത് എപ്പോൾ വാങ്ങിച്ചു, അതിൻ്റെ എല്ലാ സംഗതികളും അതിനകത്തുണ്ട്. അതുകൊണ്ട് അവിടെ സ്ട്രേ ഡോഗായിട്ട് ഒരിക്കലും ഒരു ആനിമലിനെ വിടാൻ പറ്റില്ല. വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാവും, അവൻ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സിസ്റ്റം അത് വലിയ, കാരണം നമ്മളുടെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IT ഇപ്പം ഇന്ത്യ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ IT-യിൽ ഏറ്റവും കൂടുതൽ മികച്ച ഒരു എന്നാ പറയുക രാജ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സ്ട്രേ ഡോഗ്സിൻ്റെ ബേസിക്കലായിട്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ശരിയാണ്. അതായത് അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഇന്ത്യ, അതായത് നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് റോഡിൽ കൂടെ നടക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ പേയ്മെൻറ്റിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വാക്ക് വേയിൽ 6, 7, 8 എന്നാൽ കണ്ടത് എത്ര 9 പട്ടികൾ കിടക്കുക. അതെ, കറക്റ്റ്. അതൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. അത് ആനിമൽസ് ആണല്ലോ, അതൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷേ അതൊരു ഭയപ്പാടാണ്. വേറെ ഒരാൾ വന്നിട്ട് അയാൾ ഇറങ്ങി വെളിയിലൂടെ നടന്ന്, അപ്പം ഞങ്ങളും ആ ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ റോഡിലൂടെ നടന്നു പോകേണ്ടതായിട്ട് വന്നു. കാരണം ഇത് ഓക്യുപ്പൈ ചെയ്തേക്കാണ്. ഇതുണ്ടാവാനുള്ള കാര്യം ഈ പറഞ്ഞത് ഇത് ശരിയാണ്. ഇത് ഓരോരുത്തരും വളർത്തും, അവർക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ എടുത്ത് വിളിക്കും കേട്ടോ, ചവറ് കളയുന്ന മാതിരി. ഇതിന് ഈ പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്രയോ നല്ലതാണ്. കാരണം ഇതിന് രജിസ്ട്രേഷൻ ഉണ്ട്, ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രേ ഡോഗ്സ് ഉണ്ടാവില്ല. ആൾക്കാർക്ക് പേടിയാവും. കാരണം ഇത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനുള്ള ഒരു പരിഹാരമാണ് ജോർജ് പറഞ്ഞത് കേട്ടോ. ഏതായാലും ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കടക്കാം. ഓക്കെ, താങ്ക് യു സർ.